ഇസ്രായേൽ ബന്ദികളെ നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ അവർ നൽകാൻ തുടങ്ങും, മോചിപ്പിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ഹമാസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുന്ന ഒരു വാർത്ത. ഈ വാർത്തയെ തുടർന്നുള്ള നീക്കങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. അതായത് ഗാസയിലെ സമാധാന പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടേക്ക് എത്തുന്നു, പശ്ചിമേഷ്യയിലേക്ക് എത്തുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഈജിപ്തും ഇസ്രായേലും സന്ദർശിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിക്കുകയാണ് ചെയ്യുക എന്നാണ് വിവരം. മാനുഷിക സഹായവുമായിട്ട് 100 കണക്കിന് ട്രക്കുകളൊക്കെ ഗാസയിൽ പ്രവേശിക്കും. ബന്ദി കൈമാറ്റം തുടങ്ങുന്നത് ഇന്ന് വൈകിട്ടോടെ തീരുമാനമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഇതേ പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി നമ്മുടെ ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്നു. അതായത് വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഉച്ചകോടിക്കായിട്ട്, ആ വെടിനിർത്തൽ കരാർ ഉച്ചകോടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് പോകവേ അപകടമുണ്ടായിരിക്കുന്ന 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ വരുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആരായിരിക്കാം ഈ ഒരു സമാധാന ചർച്ചകൾ തുടരുന്നതിന് മുൻപ് ഈ ഒരു ഖത്തർ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്, അവരുടെ ജീവൻ എടുത്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം അമേരിക്ക കൂടി ഇടപെട്ടിട്ടുള്ള ഏതാണ്ട് 21 അല്ലെങ്കിൽ 20 പ്രോജക്റ്റ് ആണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത്. അതിനോട് സഹകരിച്ചു പോകുന്നു. പക്ഷെ അതിൽ തന്നെ പല കരാറുകളും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇതിനിടയിലേക്കാണ് ഈ വാർത്തയൊക്കെ വരുന്നത്. അതായത് നയതന്ത്രജ്ഞരുടെ മരണം സംബന്ധിച്ചിട്ടുള്ള വാർത്ത വരുന്നത്. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് ആ ഉച്ചകോടിക്ക് വേണ്ടി പോകുന്ന ഈജിപ്തിലെ ഷാം എൽ ഷൈഖിലേക്ക് പോകുന്നതിനിടെയാണ് അവിടുത്തെ 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചിരിക്കുന്നത്. 2 നയതന്ത്രജ്ഞർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ്. ഷാം എൽ ഷെയ്ഖിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഖത്തർ പ്രോട്ടോകോൾ ടീമിൽ നിന്നുള്ളവരാണ് ഈ നയതന്ത്രജ്ഞർ എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപം നൽകാനുള്ള യാത്രക്കിടെയായിരുന്നു ഇവര്. എന്തായാലും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങളെ മധ്യസ്ഥയിൽ നടന്ന വെടിനിർത്തലിന് അന്തിമ രൂപം നൽകാനും ഒക്കെയായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നിൽ എന്താണ്? ഖത്തറിൽ ആക്രമണം നടത്തിയത് ആരാണ് ഇതിനു മുൻപ്? അത് നമുക്കറിയാം, ഇസ്രായേൽ ആയിരുന്നു. ഇസ്രായേലിന്റെ താല്പര്യം എന്തായിരുന്നു എന്നുള്ളത് പലതരത്തിൽ പല പേഴ്സ്പെക്റ്റീവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഖത്തറാണ് ഈ ഹമാസ് പോരാളികളെ, ഹമാസിന്റെ തീവ്രവാദികളെ, പോരാളികളെ എന്ന് നമ്മൾ പറയുന്നില്ല, ഹമാസ് പോരാളികളെ അവിടെ സമാധാന ചർച്ചയ്ക്ക് എന്നുള്ള തലത്തിൽ വിളിച്ചു കൊണ്ടുവരികയും ഖത്തറിൽ എല്ലാ പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട് അവരെ സസുഖം വാഴാൻ അനുവദിക്കുകയും ചെയ്തത്. അതിന് അമേരിക്കയുടെ കൂടി ഒരു കൈത്താങ്ങുണ്ടായിരുന്നു. അമേരിക്കയുടെ കൂടി മൗനാനുവാദത്തോടെയായിരുന്നു ഈ ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വിഷയം അവിടെ നടക്കുന്നു. ഇതിന് ശേഷം അമേരിക്ക തന്നെ ഫോഴ്സ്ഫുള്ളി പറഞ്ഞതിനെ തുടർന്ന് അവിടെ നടന്ന സംഭവത്തിൽ ഖേദമുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ക്ഷമാപണമല്ല പറഞ്ഞത്, ഖേദമുണ്ട് എന്നാണ് പറഞ്ഞത്. ഖേദപ്രകടനം നടത്തിയ ആൾ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ആക്രമണം എന്നുള്ള ഒരു ആശങ്കയില്ലേ? ഖത്തറിലെ നയതന്ത്ര പ്രതിനിധികൾ വാഹനാപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. ഈ വാഹനാപകടം എന്ന് പറയുന്നതും എന്താ പറയുക, ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലാണ്. ഇവർ തമ്മിലുള്ള കരാറുകൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പോയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു ചാര സംഘടനയെക്കുറിച്ച്. ആ ചാര സംഘടന എന്ന് പറയുന്നത് മൊസാദ് മാത്രമല്ല, ഷിൻബിറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ചാര സംഘടനകൾ, പല മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ചാര സംഘടനകൾ ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ ആണെങ്കിൽ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കരാറുകളും അതിലൊന്നും താല്പര്യം അവരതൊക്കെ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കരാർ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ ഇസ്രായേൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് കൂടിയുണ്ട്. അമേരിക്കയെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. അമേരിക്ക അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും.
അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ആവശ്യമുണ്ട്. ഇസ്രായേലിന് അപ്പുറത്തേക്ക് പോകാനായിട്ട് അമേരിക്ക ഇനിയും വളർന്നിട്ടില്ല. കാര്യം പറയുമ്പോൾ സാമ്രാജ്യത്വ രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയുടെ കയ്യിൽ ഒരു കുന്തവും കുടച്ചക്രവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ അമേരിക്ക ആയതുപോലും അത് ബാഹ്യ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലാണ്ട് അമേരിക്കയുടെ രക്തത്തിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക മികവിലേക്കോ ഒന്നും പോകാനുള്ള ഒരു കാര്യങ്ങളുമില്ല. ജൂതന്മാരുടെ ബുദ്ധി തന്നെയാണ് അവിടെ ഈ അമേരിക്കയെയും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് ജൂതരെ ആട്ടിയിറക്കുന്ന അല്ലെങ്കിൽ ജൂതർക്കെതിരെയുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ജൂതന്മാർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയാത്ത ഒരു വിഷമാവസ്ഥ അമേരിക്കയ്ക്കുമുണ്ട്. ജൂതരെ ആട്ടിപ്പായിക്കാനോ അല്ലെങ്കിൽ ജൂതർക്കെതിരായിട്ടുള്ള ഒരു കാര്യം നടത്താനോ ഒന്നും സാധിക്കുകയില്ല. നമ്മൾ പലവട്ടം കണ്ടതാണ്. അമേരിക്ക പറയുന്ന പല നയങ്ങളോടും നെതന്യാഹു പോലും പറയുന്നു ഇതൊന്നും നടപ്പാവില്ല മച്ചാനെ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് അമേരിക്കയോട് ഇസ്രായേലിന്. ഇസ്രായേലിന് സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വരുമ്പോൾ അവർ തനി ജൂതന്മാരായി മാറി. അവർ ആ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ എല്ലാവിധ കാര്യങ്ങളിലേക്കും വരികയും അവരുടെ നിലപാടുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗാസയിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതും ബന്ദിമോചനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 20 ഇസ്രായേലി പൗരന്മാർക്ക് 1000-ഓളം പലസ്തീനിയൻ പൗരന്മാരെയാണ് വിട്ടുകൊടുക്കുന്നത്. നമ്മളപ്പോൾ കണക്ക് വെച്ച് നോക്കരുത്. 1000 പലസ്തീൻ പൗരന്മാരുടെ വില 20 ഇസ്രായേലി പൗരന്മാർക്ക് അവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആ വിട്ടുകൊടുക്കലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത്തരത്തിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഹമാസ് നിരായുധീകരണം സമ്മതിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹമാസ് നിരായുധീകരണം സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാനായിട്ട് ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് കഴിയില്ല. ഹമാസിനെ കൊണ്ടുള്ള പലതരത്തിലുള്ള, അതായത് ഹമാസ് അവിടെ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല എന്ന് പറയുന്നത് ഒരിക്കലും പൊറുക്കാവതല്ല. തിരിച്ച് ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഇസ്രായേൽ നടത്തിയത് അവരെ കയറി ചൊറിഞ്ഞത് കൊണ്ടാണ് എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ അവിടെ ഇസ്രായേൽ നടത്തിയ പോരാട്ടത്തിലെല്ലാം ഇവരെ മനുഷ്യ കവചമായി വെച്ചുകൊണ്ടാണ് ഹമാസ് നേരിട്ടത്. അതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുടെ അടക്കം ജീവൻ അവിടെ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയുണ്ടായി. മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയിട്ടുള്ള പലസ്തീനികളെല്ലാം തന്നെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലിന് അവിടെ ഒരു വലിയ പ്രോജക്റ്റ്, അതായത് വീണ്ടും ഈ ജൂതന്മാരെ കൊണ്ടുവന്ന് കുടിയേറി പാർപ്പിക്കാൻ വേണ്ടുന്ന ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഇസ്രായേൽ അവിടെ നിലകൊള്ളുന്നത്. പക്ഷേ അവിടെ അമേരിക്കയ്ക്കും താല്പര്യങ്ങളുണ്ട്. അമേരിക്കയുടെ താല്പര്യം എന്താണ്? അമേരിക്ക പറഞ്ഞതാണ്, ട്രംപ് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവരും. ആനയാണ്, ചേനയാണ്, തേങ്ങയാണ്, മണ്ണാങ്കട്ടയാണ് എന്നതൊക്കെ. പക്ഷേ ഈ മണ്ണാങ്കട്ടയാണ് എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു താല്പര്യം ഈ പ്രദേശത്തോടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരുടേതാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം അവിടെ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഈ രണ്ട് നേതാക്കൾക്കിടയിലും ഒരു ഭിന്നിപ്പുണ്ടായോ എന്നുള്ളതും നമ്മൾക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ നയതന്ത്രജ്ഞരുടെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയും തമ്മിൽ നടക്കാനിരിക്കുന്ന യോഗത്തിന് നേതൃത്വം നൽകുമെന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ദികളുടെയും തടവുകാരുടെയും മോചനത്തിനുള്ള ഒരുക്കങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ പുനർവിന്യാസം നടന്ന് 72 മണിക്കൂറിനകം ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയ്ക്കു ഇടയിലാണ് ഈ ഒരു വാഹനാപകടം നടന്നിരിക്കുന്നത്. ഇതിനെ വെറും ഒരു വാഹനാപകടമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇവരൊക്കെ വലിയ പ്രൊട്ടക്ഷനോടുകൂടി സഞ്ചരിക്കുന്ന ഉന്നത തല ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇവരുടെ മരണത്തെക്കുറിച്ചും അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? മൊസാദ് ഇറങ്ങിയോ? അതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആശങ്കകളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.